കേരളം കാത്തിരിക്കുന്ന ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. വാശിയേറിയ പോരാട്ടം നടന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ അറിയാം. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. 8:30 ആദ്യ ഫലസൂചനകൾ ലഭിച്ചു തുടങ്ങും. മികച്ച വിജയം ഉറപ്പെന്ന UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. LDFന്റെ കണക്കുകൂട്ടലുകൾ പോസിറ്റീവാണെന്ന് സ്ഥാനാർത്ഥി P. സരിനും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. UDF LDF പോരാട്ടം 2ാം സ്ഥാനത്തിനായാണെന്നാണ് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് തുടക്കം തൊട്ടൊരു കണക്കും പറഞ്ഞിട്ടില്ല. കാരണം കണക്ക് പറയാതിരുന്നത് മെനങ്ങാന്ന് വരെ സ്ഥാനാർത്ഥിയുടെ ഓട്ടമായിരുന്നു. അപ്പം സ്ഥാനാർത്ഥിയുടെ ആകെയുള്ള ചുമതല എന്ന് പറയുന്നത് പരമാവധി വോട്ടർമാരെ കാണുക, അവരോട് വർത്തമാനം പറയുക, അവരോട് നമ്മൾ സംസാരിച്ച് കണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ്. ഇന്നലെ വരെ പറയാത്തതുകൊണ്ട് ഞാൻ കണക്കൊന്നും പറയുന്നില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ചുമതല വഹിച്ച 2 MP-മാർ ശ്രീ ഷാഫി പറമ്പിലും ശ്രീ VK ശ്രീകണ്ഠനും ഇന്നലെ വളരെ കൃത്യമായിട്ട് കണക്കുകൾ സഹിതം ഭൂരിപക്ഷം പറഞ്ഞിരുന്നു. അപ്പോൾ കൺവിൻസിംഗ് ആയിട്ടുള്ള വിജയം ഉണ്ടാകും. കേരള ചരിത്രത്തിൽ ആദ്യമായി 50,000 വോട്ടിൽ കുറവിൽ വാങ്ങി വിജയിക്കുന്ന ഒരു മുന്നണിയെ പാലക്കാട് സമ്മാനിക്കുമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ റീഡിംഗ്. ആദ്യത്തെ 7 റൗണ്ടും 8ാമത്തെ റൗണ്ടും എണ്ണിക്കഴിയുമ്പോഴും BJP തന്നെ ആയിരിക്കും ലീഡിലെ എന്നും അത് ഞെട്ടലോടെ ഒന്നും കാണേണ്ട ആവശ്യമില്ല എന്നും ഉൾക്കൊള്ളുന്ന ഒരു ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞാൻ. ഒരു റൗണ്ടിൽ പോലും കോൺഗ്രസ് മുന്നിൽ എന്നുള്ള വാർത്ത ബ്രേക്ക് ചെയ്യാൻ നാളെ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. മിനിമം 4,000 മുതൽ 6,000 വരെ വോട്ടുകൾക്ക് ഇടതുപക്ഷം വിജയിച്ചതായി പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിന് കേരളത്തിനെ സജ്ജമാക്കുകയാണ് പാലക്കാടൻ ജനത. 2ാം സ്ഥാനത്തെ സംബന്ധിച്ച് ഞാൻ തർക്കിക്കാനില്ല. കാരണം അത് ചിലപ്പോൾ LDFോ UDFോ രണ്ടിൽ ഏതെങ്കിലും ഒരു മുന്നണി വരും 2ാം സ്ഥാനത്ത്. അതിൽ ഞാൻ പറഞ്ഞല്ലോ 2ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് അവർ മത്സരം എന്നുള്ളത്. ഞങ്ങളുടെ ലീഡ് നഗരസഭാ പരിധിയിൽ ഇത്തവണ 2021 ഞങ്ങൾക്ക് നഗരസഭാ പരിധിയിൽ ലീഡുണ്ടാവും. ഏറ്റവും കൂടുതൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പോളിംഗ് നടന്നിട്ടുള്ള ബൂത്തുകളിൽ 4 5 1000-ൽ കൂടുതൽ വോട്ട് പോൾ ചെയ്യപ്പെട്ട ബൂത്തുകളെല്ലാം BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. ഞാൻ പറയുന്നു, ഞങ്ങൾക്ക് ആ ബൂത്തിൽ 500 വോട്ടിൽ കൂടുതൽ ലീഡുണ്ടാവും 2 മുന്നണികളെക്കാളും. റോഷിപാൽ നൽകും. 3 മുന്നണി വിശ്വാസത്തിൽ തന്നെയാണ് ആർക്കൊപ്പമാകും. വിനിത, വാശിയേറിയ നിയമസഭാ മണ്ഡലത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇപ്പോൾ നടന്ന 3 ഇടങ്ങളിൽ ഏറ്റവും വലിയ പോരാട്ടം നടന്നത് പാലക്കാടാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്, ത്രികോണ മത്സരമാണ് പാലക്കാട് നടന്നത്. അതുകൊണ്ട് തന്നെ ഈ രാത്രി പുലരുവോളം സ്ഥാനാർത്ഥികളും മുന്നണികളും അവർ നെഞ്ചിരിപ്പോടെ കാത്തിരിക്കുകയാണ്. നാളെ രാവിലെ 8 മണിക്ക് കൗണ്ടിംഗ് സ്റ്റേഷനിൽ ഈ ബാലറ്റ് ഈ വോട്ടിംഗ് മെഷീൻ ഓപ്പൺ ചെയ്ത് അവിടെ കൗണ്ടിംഗ് തുടങ്ങുമ്പോൾ ആർക്ക് അനുകൂലമാകും പാലക്കാട് എന്നതാണ് ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളവും ഉറ്റുനോക്കുന്നത്. വിക്ടോറിയ കോളേജിലാണ് കൗണ്ടിംഗ് സ്റ്റേഷൻ. വോട്ടെണ്ണൽ 8 മണിക്ക് തുടങ്ങും. ഏതാണ്ട് 8:30 ആദ്യ ഫലസൂചനകൾ വരും. 11 മണിയോടെ പൂർണ്ണ ഫലസൂചനകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. കണ്ണാടി പഞ്ചായത്തിൽ വോട്ടെണ്ണൽ അവസാനിക്കും. ഏറ്റവും സസ്പെൻസ് ത്രില്ലറായ ഒരു വോട്ടെണ്ണലായിരിക്കും പാലക്കാട് ഉണ്ടാവുക. ഈ തവണ UDFും NDAയും ഒപ്പം LDFും നേർക്കുനേർ പോരാട്ടമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായാണ് ത്രികോണ മത്സരം ഉണ്ടാകുന്നത്. LDF സ്ഥാനാർത്ഥിയായി P. സരിൻ എത്തിയതോടെയാണ് ത്രികോണ മത്സരത്തിന് പാലക്കാട് അരങ്ങൊരുങ്ങിയത്. വലിയ വിവാദങ്ങൾ നിറഞ്ഞ പ്രചാരണമായിരുന്നു. വാശിയേറിയ വാദപ്രതിവാദങ്ങൾക്ക് പാലക്കാട്ടെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേദികൾ സാക്ഷിയായ ഒരു സാഹചര്യമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ദിനം തന്നെ സംഘർഷ സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന പാലക്കാട് ആര് വിജയകിരീടം ചൂടുമെന്നറിയാൻ കേരളം കാത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. NDAയും ഒപ്പം UDFും LDFും ഒരുപോലെ വിജയപ്രതീക്ഷ പങ്കിടുന്നുണ്ട്. കാരണം വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടിയൊഴുക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഓരോ മുന്നണികളും തങ്ങളുടെ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ ഈ അടിയൊഴുക്കുകൾ പ്രതീക്ഷകൾ അവർ കൂട്ടിയും കിഴിച്ചും പങ്കുവെക്കുന്നു. വിജയപ്രതീക്ഷകളുമായി മുന്നണി ആഘോഷങ്ങളുടെ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് ഒരു 10:30 കഴിയുമ്പോഴേക്കും പാലക്കാട് ആര് വിജയിക്കുമെന്ന കൃത്യമായ സൂചന വരും. 11ഓടെ ഔദ്യോഗികമായ ഒരു ഫലപ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തും. പ്രധാനപ്പെട്ട എല്ലാ മുന്നണി നേതാക്കളും
പാലക്കാട്ട് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത് സിറ്റിംഗ് സീറ്റ് കൂടിയായ UDF എന്ന് തന്നെയാണ്. കാരണം UDFന് ഇവിടെ ഈ തവണയും മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന് ഒരു പ്രതീക്ഷ അനുകൂലമായ ഘടകങ്ങൾ നിരത്തുന്നുണ്ട്. NDA ഈ തവണ മണ്ഡലം പിടിച്ചെടുക്കുമെന്ന ഉറപ്പിച്ച് തന്നെയാണ് പ്രചാരണ രംഗത്തുണ്ടായിരുന്നത്. ഒട്ടേറെ കാര്യങ്ങൾ അനുകൂലമായി NDA നിരത്തുന്നു. LDF നേതൃത്വമാകട്ടെ അട്ടിമറി വിജയമാണ് പ്രതീക്ഷിക്കുന്നതും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും അണിനിരത്തിക്കൊണ്ട് പ്രചാരണം നടത്തി അതിലാണ് LDF നേതൃത്വം വിജയപ്രതീക്ഷ പങ്കിടുന്നത്.